കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 68ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനിത സുനിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കഥയാണ് അതിൻ്റെ സാറിവിടെ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമിൽ വരുന്നതും ട്രസ്റ്റിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എങ്കിലും ഇതിൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എല്ലാവരുടെയും കണ്ണിൽ നിന്ന് തിളക്കമാണ് ഇങ്ങോട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയുടെ തിളക്കം. സർജറി കഴിഞ്ഞവർക്ക്, ഇനി സർജറിക്ക് പോകാനുള്ളവർക്ക്, പരിശോധനയ്ക്കെത്തിയവർക്ക്, എല്ലാവരുടെയും, നിങ്ങളുടെ ഏവരുടെയും കണ്ണുകളുടെ തിളക്കം ഇങ്ങോട്ട് ഞങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സന്തോഷം. സമൂഹത്തിൽ നമ്മളിപ്പം കേട്ട ഒരു വ്യക്തിയില്ലേ, ഇപ്പം നമ്മൾ കണ്ട വ്യക്തി, ഇത്തരം വ്യക്തികൾ വളരെ കുറവാണ്. സ്വന്തം കുടുംബത്തോടൊപ്പം നമ്മളെ ചുറ്റുമുള്ള ബുദ്ധിമുട്ടുള്ളവരെ, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നെഞ്ചോട് ചേർക്കുന്ന വ്യക്തി. അവരെ സാമൂഹ്യ പ്രവർത്തകരെന്നൊരു വാക്കിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാവർക്കും ഉണ്ടാകുന്നൊരു മനസ്സല്ല. ഈശ്വരൻ ചിലരിലേക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും ജന്മന. അതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ കണ്ടത്. സാർ ഇവിടെ ഇത്രയും അംഗങ്ങളുള്ള സ്ട്രെങ്തുള്ളൊരു പ്രോഗ്രാം നടത്തുമ്പം സ്വാഭാവികമായി നടക്കുന്ന ചില പ്രശ്നങ്ങളാണ് സാർ ഇവിടെ ഉന്നയിച്ചത്. അതുണ്ടാകും. അതാണ് നമ്മളുടെ സമൂഹം. അപ്പോഴെന്താണ് വേണ്ടുന്നത്? നമ്മൾ ഇത്രയും പേര്, ഇപ്പം ഞാൻ ഈ കണ്ട വ്യക്തികൾ നേരത്തെയുള്ള ക്യാമ്പിൽ പങ്കെടുത്ത്, കഴിഞ്ഞ ക്യാമ്പിലാണ് സാറ് പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ സാറിനോടൊപ്പം, നമ്മളുടെ ഈ പ്രസ്ഥാനത്തോടൊപ്പം, നമ്മളുടെ പ്രശ്നത്തോടൊപ്പം, നമ്മളുടെ ചികിത്സയോടൊപ്പം ചേർന്ന് നിന്നാൽ മതി. ഇവിടെ 1000 പേരില്ലേ, 100 പേരില്ലെങ്കിൽ 50 പേരല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ വന്ന ആയിരക്കണക്കിന് വ്യക്തികളിൽ ഒരാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോഴത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പം ആ ഒരു വ്യക്തിയെ നമുക്ക് അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യരെല്ലാവരും വിവിധ തരത്തിലാണ്. ജനങ്ങളെല്ലാം യൂണിക്ക്. അതായത് ഞാൻ ചിന്തിക്കുന്നത് പോലല്ല ഈ അമ്മ ചിന്തിക്കുന്നത്, അമ്മ ചിന്തിക്കുന്നത് പോലല്ല തൊട്ടടുത്തിരിക്കുന്ന ഉമ്മ ചിന്തിക്കുന്നത്. നമ്മളുടെ എല്ലാം ചിന്താ മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാം വ്യത്യസ്തരാണ്, ഒരേ മനോഭാവക്കാരല്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒരു ഹ്യൂജ് കുറേ മെമ്പേഴ്സ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് അത് പരിഗണിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഇല്ലേ, അദ്ദേഹത്തിൻ്റെ മനോഗതി എന്ന് കരുതി നമ്മളുടെ ക്യാമ്പിനെ, അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കാൻ വന്ന ഈ ഒരു പ്രസ്ഥാനത്തെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തത്തെ, സാർ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തത്തെ, ഇല്ലേ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുക. ആ പ്രശ്നത്തെ വളരെ സാധൂകരിച്ച് പ്രശ്നം ഒതുക്കുക. കാര്യം സാറിനെ കുറേ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഇത്തരം വലിയ വലിയ പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതും ഒരു മനുഷ്യ വ്യക്തിയാണ്. ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് മേഖലകളിലൂടെ അദ്ദേഹം സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിച്ച് മാത്രമേ ഇത്രയും വലിയൊരു പരിപാടി ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവസാനിപ്പിക്കാൻ പറ്റൂ, വിജയകരമായി അവസാനിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ ക്യാമ്പിൽ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത്തരം കുഞ്ഞു പ്രശ്നങ്ങളത് അത് സാറിനെ അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റിനെ ബാധിക്കാത്ത തരത്തിൽ നിങ്ങൾ തന്നെ, നമ്മളാണത് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ല സാറല്ല. എത്തിയവർ, നമ്മളിതിൽ പങ്കെടുക്കാൻ വന്നവർ, കാര്യം നമ്മൾ പങ്കെടുക്കാൻ വന്നവരെ ഏറ്റെടുത്ത സാറിനാണ് ആ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതുകൊണ്ട് ഇനിയും കുഞ്ഞു കുഞ്ഞു പ്രശ്നം, ഇത് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്,
സാറിനെ അത് വളരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചതുകൊണ്ടാണ് സാറ് ഇത്രയും ജനങ്ങളോടത് പറഞ്ഞത്. എല്ലാവരും അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്ത് സാറിനെ സ്വസ്ഥമാക്കുക, ക്യാമ്പ് വിജയിപ്പിക്കുക. നമ്മുടെ സമൂഹത്തിൽ നിരവധി ട്രസ്റ്റ്, നമ്മളെ സൊസൈറ്റി ഒരുപാട് ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ്, NGO ഒക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു സംഭവം, അതായത് സാറ് ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത്രയും ജനങ്ങളെ കൊണ്ടുപോയി അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി നടത്തുക, അവരെ പിന്നെ ഫോളോ അപ്പ് ചെയ്യുക, ഇതൊക്കെ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഈ ഒരു സംരംഭത്തിന് ഭാഗ്യം കിട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. നമുക്കിപ്പോൾ അറിയാം, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ കുറേ രൂപയാവും. അന്നേരം അത് നമ്മൾ വീട്ടുകാർ സംഘടിപ്പിക്കണം. ഇല്ലെങ്കിൽ കൂടുതൽ ഇവിടെ ഏജ്ഡ് ആയിട്ടുള്ളവരാണ്, നമ്മൾ ജോലിക്കൊന്നും പോകുന്ന പ്രായമല്ല, ആണെങ്കിൽ പോലും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ കുറച്ച് വരുമാനം കിട്ടുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചില സൗജന്യമായിട്ട് കിട്ടുന്ന നമ്മളുടെ ചികിത്സാവിധികൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയതിനും ഒരുപാട് സന്തോഷമുണ്ട്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് M സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഈ 9 വർഷത്തിനിടയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയത്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങളാണ് ഞാൻ ഈ ചെയ്യുന്നത്, അല്ല സമ്പത്തുണ്ടായിട്ടല്ല. എനിക്ക് കണ്ണിൻ്റെ വേദന എനിക്കറിയാം. എൻ്റെ അമ്മയുടെ അമ്മ അവസാനത്തെ നിമിഷം കണ്ണിൻ്റെ കാഴ്ചയില്ലാതാണ് പോകേണ്ടി വന്നത്. അന്നതുപോലെ എൻ്റെ ഇവിടെ സ്വപ്നമാണ് കണ്ണിൻ്റെ കാഴ്ച ഓരോ വ്യക്തിക്കും കൊടുക്കുക എന്ന്. കണ്ണിൻ്റെ കാഴ്ചയില്ലാതെ ഒരാളും ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോകാൻ കഴിയില്ല. ജീവിത അവസാനം വരെ കണ്ണിൻ്റെ കാഴ്ചയാണ് വലുത്. കണ്ണുള്ളവർക്ക് കണ്ണിൻ്റെ കാഴ്ച അതിൻ്റെ വില അറിയുള്ളൂ. ഇന്നിപ്പം തൊട്ടടുത്തായി അറിയാം, സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം പ്രവർത്തിക്കുകയാണ്. ചെറുതല്ല, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു സ്ഥാപനം വളരുമ്പോഴുള്ള ആളുകളുടെ അങ്കലാപ്പ്. ഒറ്റയ്ക്ക് അവനെല്ലാം ചെയ്യുന്നു, ഇതെവിടെ നിന്നാണ് പൈസ എന്നതാണ് അവരുടെ എല്ലാം ചോദ്യം. കാരണം ഞാൻ തന്നെ വരുത്തി വെച്ച വിനയാ. ഈ സർക്കാരിൻ്റെ ഒരു നിയമം വന്നു. ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലാണ്, ഈ നാഷണൽ സൈഡിൽ കാണുന്ന എൻ്റെ വീട്ടിലാണ് ഈ സമുദ്രതീരം പ്രവർത്തിക്കുന്നത്. ആരുടെയെങ്കിലും വീട്ടുകളിൽ സ്വന്തമായിട്ട് ഒരു അനാഥാലയം പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും എൻ്റെ അമ്മയും 14ഓളം സ്റ്റാഫിനെ ഞാൻ അവിടെ ആക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? എൻ്റെ സ്വപ്നമാണ്. എനിക്ക് 6 മാസമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയ ആ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വയോജന കേന്ദ്രം നടത്തുന്നത്. അല്ല സമ്പത്തുണ്ടായിട്ടല്ല. ഞാൻ കേരളത്തിലെ എല്ലാ അനാഥാലയങ്ങളിലും പോയിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം കണ്ട കാഴ്ചകൾക്ക് അപ്പുറം എൻ്റെ വീട്ടിൽ തന്നെ ഞാനിങ്ങനെ അനാഥാലയം കെട്ടിപ്പടുത്തിയത് അതിനു വേണ്ടിയാണ്. അല്ലാതെ 10 ആളിനെ കൊണ്ടുവന്ന് ഒരു കച്ചവടമാക്കിയിട്ട് അവിടെ നിന്ന് പൈസ മേടിച്ച് എനിക്ക് ലാവിഷ ജീവിതം നടത്താൻ വേണ്ടിയല്ല. ഇന്ന് 162, ഇന്നലെ കൂടി വന്നപ്പോൾ 163 പേരാണ് സമുദ്രതീരത്തിൽ വന്നത്. ഒരാളിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഈ 163 വരെ സംരക്ഷിക്കണമെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോഴാണ് സർക്കാരിൻ്റെ ഒരു നിയമം വരുന്നത്, ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കേണ്ട നിയമം. 2ആയിട്ട് പിരിക്കണം. ഞാൻ കൈവിട്ടില്ല, തളർന്നില്ല. ജനങ്ങൾ എന്നോടൊപ്പം നിന്നു. എൻ്റെ നാട്ടിലെ ജനങ്ങൾ അവർ പറഞ്ഞ് ധൈര്യമായിട്ട് മുമ്പോട്ട് വയ്ക്കുമോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ സഹായിക്കാനായിട്ട് വന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സഹായം ആവശ്യപ്പെട്ടത്. ഞാൻ ആവശ്യപ്പെട്ടതല്ല, അവരിങ്ങോട്ട് വന്ന് എനിക്ക് ആവശ്യം സഹായം തന്നതാണ്. 45 ലക്ഷം രൂപയാണ് ജനങ്ങൾ എനിക്ക് വേണ്ടി സഹായമായി ഓടിയെത്തിയത്. ഞാൻ തളരാതെ മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ 2 ഏക്കർ വസ്തു അവിടെ മേടിച്ച് 5.5 കോടി രൂപയാണ് ഞാൻ അവിടെ അതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 5.5 കോടി രൂപ എനിക്കെന്താ എൻ്റെ മക്കളുടെ പേരിൽ, എൻ്റെ ഭാര്യയുടെ പേരിൽ എനിക്ക് ബാങ്കിലിട്ടാൽ പോരെ? 5.5 കോടി രൂപ ചിലവാക്കുമ്പോഴും ഏതാണ്ട് 9 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്, 1-2 ബാങ്കിൽ നിന്നല്ല, 9 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്. 9ാമത്തെ ബാങ്കിലെ ലോൺ തിങ്കളാഴ്ച പാസ്സാവും. 9 ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത്. സാമൂഹ്യ പ്രവർത്തനം നടത്തി കടക്കാരനായ ആരും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറ.
ഈ സ്കൂളിൻ്റെ തൊട്ടുപിറകിൽ ആ ജംഗ്ഷനിൽ കാണുന്ന വലിയൊരു മന്ദിരമുണ്ട് എനിക്ക്, 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒറ്റ നില വീട്. ഇന്ന് തൊട്ടടുത്ത് കാണുന്ന ബാങ്കിലെ ലോൺ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജപ്തിയായി പോകാൻ പോവുക. എനിക്കൊരു സങ്കടവും കരച്ചിലുമില്ല. ഞാൻ കിട്ടുന്നതല്ല ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. 3.5 കോടി രൂപ ബാധ്യതയിൽ നിൽക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പ് ചിരിച്ചും കളിച്ചും നിൽക്കുവാണ്. നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല. നിങ്ങൾ അവിടെ സമുദ്രത്തിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കുന്ന പോലെ എൻ്റെ ഭാര്യയാണ്. അവിടെ എല്ലാവർക്കും ആഹാരം വാരി കൊടുക്കുന്നതും ഇത്രയും സ്റ്റാഫ് ഉണ്ടെങ്കിലും എൻ്റെ ഭാര്യയാണ് അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതും. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി ജോലിയാണ്. ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു സൂപ്പർവൈസറെ പോലും വെക്കാതെ ഓടി നടന്ന് കിട്ടുന്ന സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തരുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്രയും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത്. ഞാൻ ഇങ്ങനെയൊന്നും നിങ്ങളും പോയി പറയേണ്ട ആവശ്യതയില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടല്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ ചെയ്യുന്ന പോലും. ഞാൻ എനിക്ക് സ്വയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നിപ്പോൾ 9 വർഷം കൊണ്ട് സമുദ്രയുടെ ആംബുലൻസ് തേരാപ്പാര ഓടുക. നിങ്ങൾക്ക് പറ, ഒരു ആംബുലൻസ് ഓടണമെങ്കിൽ എത്ര രൂപ ചിലവ് വേണം? ഇവിടെ തിരുവനന്തപുരം പോകണമെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കണമെങ്കിൽ 2600 രൂപ കൊടുക്കണം. 2 RCC ഓട്ടമാണ് ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കണക്കൂട്ടി നോക്ക്. അതിൻ്റെ ഡ്രൈവറെ ശമ്പളം വേണം, വണ്ടി മെയിൻ്റനൻസ് വേണം, എണ്ണ വേണം. ഒരു മുട്ടായിയുടെ പൈസ പോലും ഞാൻ ഇന്ന് വരെയും ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവർക്കും തേരാപ്പാര ഓടുക. എൻ്റെ ആംബുലൻസ് ഓട്ടത്തിലാണെങ്കിൽ പോലും പാവങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ മറ്റ് ആംബുലൻസുകൾ വിളിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ്. അവരുടെ നിവർത്തികേട് എൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ച് അലിഞ്ഞു പോവും. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്നാൽ കാണാം, സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ സമുദ്രയുടെ അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. ആ അലമാര നിറയെ വസ്ത്രങ്ങളാണ്. എന്തിനു വേണ്ടിയാണ്? ഒരാൾ ആക്സിഡൻ്റായി ചെന്നാലോ ഒരാൾ മരണപ്പെട്ടാലോ പുതുവസ്ത്രങ്ങൾ അവിടെ നിറച്ച് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ആർക്കും എടുക്കാം. അവിടെ സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ശരാശരി 8 ലക്ഷം രൂപ വേണം എൻ്റെ ചിലവ്. എൻ്റെ വരവ് എത്രയാണ്? ഇപ്പോൾ വരവിനൊക്കെയായി ചിലവ് കൂടുമ്പോൾ അതാണ് ഞാൻ ലോൺ എടുത്ത് പോകുന്നത്. ഈ കിട്ടുന്നതെല്ലാം കൊടുക്കുമ്പോഴും എൻ്റെ ചില സമയങ്ങളിൽ കണ്ണുകൾ നിറയുമ്പോഴും എനിക്ക് ദൈവം വീണ്ടും വീണ്ടും തരുന്നുണ്ട്. ഞാൻ ആരും മുമ്പിൽ കൈ നീട്ടാതെ പോകുന്നത്. സമുദ്രത്തിലെ അച്ഛന്മാർക്ക് പോലും അവിടെ എത്തുന്നത്, ഒരു നേരത്തെ ആഹാരം അവിടെ എത്തിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അതിനും ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഒരു പൈസയും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കാം. ഓടിയെത്തുന്നുണ്ട് എല്ലാവരും. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സഹായം. കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിനയ് കവിരാജ് മുഖ്യ അതിഥിയായിരുന്നു. തീർച്ചയായും ഇതൊരു വിജയമാണ്. 68ാമത് ക്യാമ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 9 വർഷം, അതിൻ്റെ കൂട്ടത്തിൽ 50,000 ശസ്ത്രക്രിയകളും ഒരു നല്ലൊരു ക്യാമ്പ് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ബഹളങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം ഇതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഇതിൻ്റെ കാഴ്ച കുറയ്ക്കാതിരിക്കുക. അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ, ഡോക്ടർ ഗ്രീഷ്മ, ഡോക്ടർ ഗംഗ, ഡോക്ടർ വിനോദ് പ്രീത, ഡോക്ടർ ഷഫന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഒരു ക്യാമ്പ് നമ്മൾ ഇവിടെ നടത്തുന്നത് അത്ര ഈസിയല്ല. അത് എല്ലാവർക്കും മനസ്സിലാക്കുക. നിങ്ങൾക്ക് തോന്നാം ഇവിടെ എല്ലാ മാസവും അവസാനം ഞാൻ ഇവിടെ ക്യാമ്പുണ്ട്. ഈ ക്യാമ്പിന് വേണ്ടി അരവിന്ദ് ആശുപത്രിയിലെ ടീം ഇവിടെ വരും, ഇവിടെ വന്ന് ക്യാമ്പ് നടത്തി പോകും. അത് മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അത് പക്ഷേ നമ്മൾ വരുന്നത് എങ്ങനെയാണ്, ഏതാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഇത് അറിയത്തില്ല. ഇന്നലെ ഒരു സ്ഥലത്തിൽ നമ്മൾ ക്യാമ്പ് നടത്തി, ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ മാസവും ഇവിടെ ക്യാമ്പ് നടത്തിയെങ്കിലും എല്ലാ ആഴ്ചയും അരവിന്ദ് ആശുപത്രി ക്യാമ്പ് കേരളത്തിലുണ്ട്. ഒരു വർഷത്തിന് 72 ക്യാമ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 30 ക്യാമ്പ് കൊല്ലത്തിൽ മാത്രമേ. ഈ 30 ക്യാമ്പിൽ 12 ക്യാമ്പ് കൽവാതുകൽ ക്യാമ്പാണ്. അപ്പോൾ നമ്മൾ ടീമായിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഇന്നലെ ഇവിടെ എത്തി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ താമസിക്കാൻ വേണ്ടി പോകും. സാധാരണപ്പെട്ട ഒരു ക്യാമ്പിന് മാക്സിമം സ്റ്റാഫ് 18 പേർ മതി. പക്ഷേ ഈ കൽവാതുകൽ ക്യാമ്പിൽ മാത്രം നമ്മൾ വരുന്നത് 24 പേര് 25 പേരാണ്, 4 ഡോക്ടർമാർ കൂടി. കാരണം ഒവ്വൊരു മാസവും 200 മുകളിൽ പേഷ്യൻസ് ശസ്ത്രക്രിയ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ പേഷ്യൻസിനെ റിവ്യൂ,
അതല്ലാതെ ഒവ്വൊരു മാസവും പുതിയ പേഷ്യൻസ് ആയിട്ട് 400 പേഷ്യൻസ്. അപ്പോൾ ഒരു മാസം ഇവിടെ നിൽക്കുന്നത് 600 പേഷ്യൻസാണ്. 600 പേരാണ് ഇവിടെ നിൽക്കുന്നത്. ഇതെല്ലാവർക്കും നോക്കാൻ നോർമലായിട്ടുള്ള സ്റ്റാഫ് പോരാ. അപ്പോൾ അതുകൊണ്ട് ഒവ്വൊരു മാസവും നമ്മൾ 24-25 പേരാണ് ഇവിടെ വരുന്നത്. ഈ വരുന്ന എല്ലാവർക്കും ഉള്ള താമസം, ഭക്ഷണം, ഇന്നലെ നൈറ്റ് തുടങ്ങി ഇന്ന് ഉച്ചയ്ക്ക് വരെ ഉള്ള ഭക്ഷണം എല്ലാം ഈ സമുദ്രക്കാരനാണ് നമുക്ക് ചെയ്യുന്നത്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 750 പേർ പരിശോധനയിൽ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നും 185 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.